ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മളൊരു യൂട്യൂബിനകത്തൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ നമുക്ക് ഇതൊന്ന് ലൈവായിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം കുറച്ചൊക്കെ സബ്സ്ക്രൈബുള്ള ഒരു ചാനലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗീവ് അവേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിനകത്തൊക്കെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനൊക്കെ പല ക്യാമറയും OBS സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും ആവശ്യമില്ലാതെ സാധാരണ പോലെ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിനകത്ത് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിലാണ്. നിങ്ങളിപ്പോൾ മൊബൈൽ ഫോണാണ് എന്നുണ്ടെങ്കിലും ഗൂഗിളിൻ്റെ ക്രോം ഉപയോഗിച്ചാണ്ട് അതിൽ യൂട്യൂബ് സൈൻ ചെയ്ത് ക്രിയേറ്റർ സ്റ്റുഡിയോ നിങ്ങൾ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗം എടുത്തിട്ട് അപ്ലോഡ് എ വീഡിയോ എന്നുള്ള ഈ ഒരു സെക്ഷൻ എടുക്കുക. ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ചാനലിൽ ഒരു മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ലൈവായിട്ട് ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല. കാണാത്തവർ ഏതായാലും ഒന്ന് പോവുക. എന്നിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഓപ്ഷനായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് പബ്ലിക് എന്നാണ്. അതിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആക്കിയിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നതാണ്, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരികയുള്ളൂ. ദെൻ ഇനി ഇവിടെ താഴേക്കൊന്ന് ചെയ്താൽ അവിടെ ഈ ഒരു പ്രീമിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്ന് എനേബിൾ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു ടൈമുണ്ട്. ഈ ഒരു ടൈം നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളെ യൂട്യൂബ് ചാനൽ ആൾക്കാർ ഇപ്പോൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു 4 മണിക്കാണ് അല്ലെങ്കിൽ ഒരു 5 മണിക്കാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദിവസത്തെ ഡേറ്റും കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പബ്ലിഷായിട്ട് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങളെ വീഡിയോ ലൈവായിട്ട് യൂട്യൂബിനകത്ത് പോകും. അതായത് സാധാരണ നമ്മൾ യൂട്യൂബിനകത്ത് ലൈവ് ചെയ്യുന്ന പോലെ മറ്റൊരു ഓപ്ഷനാണ് പ്രീമിയർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ. കാരണം നമ്മളെ വീഡിയോസൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട് യൂട്യൂബിനകത്തുള്ള പ്രമുഖ യൂട്യൂബറായിട്ടുള്ള മൈ സ്മാർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധർമ്മേന്ദ്ര കുമാർ. അദ്ദേഹം പറയുന്നുണ്ട് സ്ഥിരമായിട്ട് ഡോണ്ട് യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടും നമ്മൾ ഏതായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഇത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്തതുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ വീഡിയോ ലൈവായിട്ട് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് പോകുന്നതാണ്. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം യൂട്യൂബിനകത്ത് പല ആൾക്കാരും ഇപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്. അതായത് ഒരു അത്യാവശ്യം സബ്സ്ക്രൈബുള്ളൊക്കെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് പോയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും ചാനലിലെ വീഡിയോ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. എന്നാൽ നിങ്ങളെന്താ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോ ലിങ്കിൽ കയറിയായിട്ട് നല്ല വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബ് കിട്ടുമെന്ന് ചില ആൾക്കാരൊക്കെ ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ പോലും പല യൂട്യൂബിനകത്തും ഈ ലിങ്ക് കാണാറുണ്ട്. എന്നാൽ പോലും നിങ്ങൾ ആ ഒരു ലിങ്ക് ഇടുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിനകത്ത് നിങ്ങൾ ഒരു വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയിട്ടു. എന്നാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതായത് കമൻറ്റ് സെക്ഷനിൽ ഒരു സ്പാം ആയിട്ടാണ് ആ കമൻറ്റ് വരുന്നത്. എന്നാൽ ആ ഒരു കമൻറ്റ് അതായത് എനിക്ക് മാത്രമേ വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ വരും. അതായത് പബ്ലിഷ് കമൻറ്റിൽ ആ ഒരു കമൻറ്റ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താണ് ഇത് ചോദിച്ചാൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസ്, അതായത് 3 ഞാൻ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഇവിടെ സ്പാം ആയിട്ടാണ് ആ ഒരു കമൻറ്റ് വരുന്നത്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു യൂട്യൂബറിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒരു അപ്രൂവ് എന്ന് ഈ ഒരു ശരി ഇട്ടാൽ മാത്രമാണ് നിങ്ങളിട്ട കമൻറ്റ് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ആരും നിങ്ങളെ കമൻറ്റ് ഒന്നും അപ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഡിലീറ്റ്. ആ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ സ്പാമായി വന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അധികം ആൾക്കാരും നിങ്ങൾ കമ്മ്യൂണിറ്റി അതായത് കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കുക, നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് എന്താ വെച്ചാൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ റിപ്പോർട്ട് ടു സ്പാം എബവ് എന്നുള്ള ഒരു ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ ഇത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. അതായത് നിങ്ങളുടെ ചാനൽ ഭാവിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ല. ഞാനിത് കാണിച്ചിരുന്നത് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള കമൻ്റല്ല, എൻ്റെ തന്നെ മാനേജ് ചെയ്യുന്ന മറ്റൊരു ചാനലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ഇടാതിരിക്കുക. ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ കമൻ്റ് എടുത്താണ്ട് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്താലും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഇത് ചെയ്താൽ നിങ്ങൾ ഒരുപാട് സ്പാം കമൻ്റ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ആ ഒരു ചാനൽ ഡിലീറ്റ് ആക്കി കളയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മളെ ചാനൽ കുറച്ചെങ്കിലും നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ കമൻ്റ് ചെയ്താടിരിക്കുക. നല്ല വീഡിയോസ് ഇട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടും. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് കൂടുകയോ അല്ലെങ്കിൽ വ്യൂസ് കിട്ടുമെന്ന് ഞാനതൊരു വിഷയമാക്കില്ല. അപ്പോൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് കയറിപ്പോയി 200, 300, 400 വ്യൂസ് കിട്ടാറുള്ളൂ. കാരണം ഞാനത് കാര്യമാക്കാറില്ല. കാരണം നമുക്കും നല്ലൊരു വ്യൂസ് കിട്ടും. കാരണം ഇപ്പോൾ ഇന്നിട്ട് വീഡിയോ തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ക്ലിക്കാവണമെന്നൊന്നുമില്ല, അത് പിന്നീടും ആവാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്നാണ്, നമ്മൾ യൂട്യൂബിനകത്ത് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു മൊബൈലിനകത്ത് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വീഡിയോ മാനേജറിലെടുത്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നെറ്റ് സ്ലോ ഉള്ളത് കൊണ്ട് ഒന്ന് ക്ഷമിക്കുക. ഇതവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറഞ്ഞു എൻ്റെ ചാനലല്ല, മറ്റൊരു ചാനലാണ്. അതുവഴിയാണ് ഞാനൊക്കെ കാണിച്ചിരുന്നത്. കാരണം എൻ്റെ ചാനലിൽ സ്പാം കമൻറ്റ് ഇപ്പോൾ അങ്ങനെ അധികമൊന്നും വരാറില്ല. അതുകൊണ്ടാണ് ഇവിടെ അതെ വീഡിയോ ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇവിടെ മലയാളമാക്കി കൊടുത്താൽ ഇതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ ലാംഗ്വേജ് മലയാളമാക്കി കൊടുത്താൽ ആ ഒരു മലയാളം കമ്മ്യൂണിറ്റിയിൽ, അതായത് ഒരു കാറ്റഗറിയിൽ നിങ്ങളെ വീഡിയോ യൂട്യൂബ് കൊണ്ടുവന്നെത്തിക്കും. അങ്ങനെയെങ്കിലും കുറച്ചൊരു വ്യൂസ് ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിനകത്ത് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് ഫേസ്ബുക്കിനകത്തും അവൈലബിൾ ആണ്. ഫേസ്ബുക്കിനകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സാധാരണ പോലെ നമ്മൾ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. നിങ്ങൾ ക്രോമിൽ ഗൂഗിൾ ക്രോമിൽ പോയി ചെയ്തിട്ട് അങ്ങനെ പ്രീമിയർ പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് അവിടെ ഒരു പ്രീമിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുമെന്നാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരുപാട് വലിച്ചു നീട്ടി നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നില്ല. അപ്പോൾ എത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.